അങ്ങനെ ഗൈസ് ഊട്ടിയുടെ ലാസ്റ്റ് പാർട്ടാണിത്. കാണാനല്ലോ. അപ്പോൾ ഞാൻ ഊട്ടിയിൽ നിന്ന് തിരിച്ചു വഴി വരുന്ന വഴി ഇതാ കണ്ട സീനറിയാണ് ഗൈസ്. ഒരു വ്യൂ പോയിന്റ്. പിന്നെ ഗൈസ് പറയാനുള്ള കാരണം ഊട്ടിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന വഴി ഇഷ്ടംപോലെ ആക്സിഡൻറ്റ് കണ്ടു ഗൈസ്. അതിലത്തെ ഒരു ആക്സിഡൻ്റ് ആണ് ഇത് ഗൈസ്. തിരിച്ചു വരുന്ന വഴിക്ക് എല്ലാവർക്കും വയ്യാതായി. പിന്നെ ഷൂട്ട് അധികം ചെയ്തില്ല ഗേസ്. ഇപ്പോൾ ആകെ കുറച്ച് ചെറിയ ചെറിയ പാർട്ട് ഷൂട്ട് ചെയ്തത് അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്താ വെച്ചാൽ പിന്നെ കോട ഇറങ്ങി ഗേസ്. ഇതുപോലെ കോട ഇറങ്ങി. അപ്പോൾ പിന്നെ ക്ലാരിറ്റി സ്പീഡാവും ഗേസ് കോടയിൽ ഷൂട്ട് ചെയ്താലും. നമ്മൾ ഇറങ്ങി നിന്നിട്ടല്ലല്ലോ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലോ. ഒന്ന് ക്ലാരിറ്റി ചെറിയതായിട്ട് ഫെയ്ഡാവും. നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗേസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഊട്ടിയിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അൺഫോർച്യൂനേറ്റ്ലി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അതൊരു കഥയാണ്. അപ്പോൾ ഗൈസ് നമുക്കിവിടെ ഒരു അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്യൂനേറ്റ്ലി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഗിംബൽ ഉണ്ടായിരുന്നു ഗൈസ്. അത് കേട് വന്നു. അതെന്ത് സംഭവിച്ചാൽ നമ്മൾ ഒരു വ്യൂ പോയിൻ്റ് അടുത്ത് പോയിരുന്നു. അപ്പോൾ ഞാൻ ഫോണ് സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മളെ ബാലൻസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാറിൽ നിന്ന് എല്ലാം സെറ്റാക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ നടക്കുകയായിരുന്നു. നടന്ന വഴിക്ക് ഒരു കുട്ടി വന്ന് ഒരൊറ്റ തട്ട് ഞാൻ വീണു. ഫോണും ഗിംബലും ഒരുമിച്ച് വീണു യെസ്. അപ്പോൾ ഫോണിൻ്റെ വെയിറ്റ് കാരണം ഗിംബലിൻ്റെ മോട്ടർ കേട് വന്ന് പോയി. ഇപ്പോൾ രസം എന്താ വെച്ചാൽ ഗിംബൽ ഓണാക്കിയാൽ ഒന്നിൽ റൈറ്റ് സൈഡ് ഫുള്ളും കറങ്ങിയിട്ടുള്ള സ്റ്റെക്കാൻ നിൽക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഫുള്ള് കറങ്ങി വന്ന് സ്റ്റേക്കാൻ നിൽക്കും. അപ്പം മോട്ടറിന് കറക്റ്റ് ഏത് പൊസിഷനിൽ നിർത്തണമെന്ന് സ്റ്റെബിലൈസ് ചെയ്യണമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഡി ജെനെ വിളിച്ചപ്പോൾ ഡി ജെ പറഞ്ഞു ബാംഗ്ലൂരാണ്ട് അവിടേക്ക് ഷിപ്പ് ചെയ്ത് തന്നാൽ ഞങ്ങൾ നേരെയാക്കിയിട്ട് തരാറുണ്ട്. പക്ഷേ അൺഫോർച്യൂനേറ്റ്ലി എനിക്ക് മടിയായ കാരണം ഇത് വയ്യാത്ത കാരണം മടിയാണ് ഗൈസ്. അതുകൊണ്ട് അത് നേരാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കോടയൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ കുറച്ച് ഷേക്ക് വരണ്ടാവും ഗൈസ്. കാണിച്ചാൽ ഹാൻഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണേ. ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ ഹാൻഡ് വെച്ചിട്ട് ട്രൈപ്പോഡൊന്നും യൂസ് ചെയ്യില്ല, ഹാൻഡ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ അധികമൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്താണല്ലോ ഗൈസ്. ഇനിയിപ്പോൾ വേറെ എവിടെയും പോകണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത് ഗൈസ്. ഇപ്പോൾ കുറച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വെയ്യാത്തതുകൊണ്ടും ഫുഡ് ബിരിയാണി കഴിച്ചത് ശരിയല്ല. ബിരിയാണി അല്ല, ഞാൻ ഫ്രൈഡ് റൈസ് കഴിച്ചത്. വീട്ടുകാർ ഫുള്ള് ബിരിയാണി കഴിച്ചായിരുന്നു. എല്ലാവർക്കും വയ്യായിരുന്നു കേസ്. അതുകൊണ്ട് നമ്മൾ അവിടെ ഇവിടെ ഒന്നും നിർത്താണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു കേസ്. പക്ഷേ അവിടെ നിൽക്കാൻ വയ്യാത്തതുകൊണ്ടും നമുക്ക് ഉറക്കം വരുന്നതുകൊണ്ടൊക്കെ കാരണമാണ് ഇവിടെ നിർത്താണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ ഒന്നും പറയല്ലേ കേസ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് നാളത്തെ ദിവസം വരാം. അപ്പോൾ നാളെ മുതൽ നമുക്ക് നമ്മളുടെ ഡെയിലി വ്ളോഗ് ഉണ്ടാവും ഗൈസ്. ഡെയിലി വ്ളോഗ് ഇതൊക്കെ ഡെയിലി വ്ളോഗായിട്ട് കൂട്ടുക. അപ്പോൾ അതല്ല ഗൈസ്, നമ്മളുടെ കോളേജ് ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഉണ്ടാവും.
അപ്പോൾ നാളെ അത് കണ്ടിന്യൂ. മറ്റന്നാൾ പിറ്റന്നാൾ മുതൽ നമ്മുടെ കണ്ണൂർ സീരീസ് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു ഗൈസ്. ഞാനിത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തോണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഡിലേ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കണ്ണൂർ സീരീസ് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടേക്ക് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം ഗൈസ്. ഇപ്പോൾ നമ്മുടെ മലയാളം വ്ളോഗ് എന്ന് അടിച്ചാൽ നമ്മുടെ ചാനലൊരു 48 48 49 അല്ലെങ്കിൽ 50th അവിടെയൊക്കെയോ നമ്മുടെ ചാനൽ നെയിം വരും ഗൈസ്, CQ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് താങ്ക് യു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അധികം ക്ലിപ്സൊന്നുമില്ല. അപ്പോൾ ഇതോടെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാച്ചിട്ടാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അപ്പുറത്തെ ബെൽ ബട്ടൺ ഒന്ന് നോട്ടിഫിക്കേഷൻ്റെ അവിടെ ബെൽ ബട്ടണൊക്കെ അമർത്തി നമ്മുടെ നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കുക ഗൈസ്. അത് പാർഷ്യലി അല്ല, അലോ ഫുൾ അലോ കൊടുക്കുക ഗൈസ്. മെസ്സേജ് വരാനൊക്കെ അപ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരാൻ ഞാൻ വീഡിയോ ഇട്ടാൽ. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ്. നിങ്ങളുടെ ഫ്രണ്ട്സും അതൊക്കെ ഉണ്ടാവില്ലേ, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ ബൈ ബൈ ഗൈസ്, ബൈ ബൈ, നാളെ കാണാം.